നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കർണാടക അങ്കോലയിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിനത്തിലായിരുന്നു. ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇന്നലെ ഈ തെരച്ചിലിൽ ഏറ്റവും നിർണായകമായത് അർജുൻ്റെ ലോറി പുഴയ്ക്കടിയിൽ മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം വലിയ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം ഇന്ന് അവിടെ എത്തിയിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നതിനിടയിൽ കാലാവസ്ഥ തന്നെയാണ് പ്രധാന വെല്ലുവിളി. പുഴയിൽ വലിയ തരത്തിൽ ഇപ്പോൾ ഒഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദഗ്ധർക്ക് നേവിയുടെ സംഘത്തിനൊക്കെ പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന പ്രധാന വിമർശനം ഈ പുഴ കേന്ദ്രീകരിച്ച രക്ഷാപ്രവർത്തനം നടത്താൻ വൈകി എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ 8 ദിവസങ്ങളിലും പ്രധാനമായും കര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു മുന്നോട്ട് പോയത്. അതിനുശേഷം നടത്തിയ തെരച്ചിലാണ് ഈ പുഴയിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ പല അഭിപ്രായങ്ങൾ, പല വാർത്തകളൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്ന്, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, അങ്കോലയിൽ നിന്ന് തന്നെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ രക്ഷാദൗത്യത്തെ വൈകിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ പ്രചരിച്ചോ എന്നുള്ളതാണ്, രക്ഷാദൗത്യത്തെ അതൊക്കെ പിന്നോട്ടടിച്ചോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അജിംസ്, നമുക്കറിയാം, ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പല തിയറി, സിദ്ധാന്തങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായി അതിനൊന്നും ഒരു അടിത്തറയോ അടിസ്ഥാനമോ ഇല്ലാത്തതാണെന്ന് പ്രഗത്ഭരൊക്കെ തന്നെ പിന്നീട് പറയുകയും അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സമൂഹ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു വിവരം പ്രചരിച്ചാൽ അതങ്ങ് പിന്നീട് അങ്ങ് ഓടും, എല്ലാവരിലേക്കും എത്തിച്ചേരും, അത് വിശ്വസിച്ച് പോകുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറ്റിയത്? ഇത് ഇത്രയും വൈകിച്ചതിന് കാരണം ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് നടന്നതെന്ന് ആളെ അറിയിക്കുക എന്നുള്ളതല്ല. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ച് അവിടെ എന്താണ് നടന്നത് എന്ന് അറിയുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടായതൊരു മണ്ണിടിച്ചിലാണോ? അല്ല. അവിടെ ഉണ്ടായതൊരു മലയിടിച്ചിലാണോ? അതുമല്ല. അവിടെ ഉണ്ടായത് ഉരുൾപൊട്ടലാണ്. ഉരുൾപൊട്ടലും മലയിടിച്ചിലും മണ്ണിടിച്ചിലും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണമല്ലോ. അവിടെ നടന്ന ഉരുൾപൊട്ടലാണെന്നുള്ളത് കുറച്ചുകൂടി വൈഡായിട്ടുള്ള വിഷയം നമുക്ക് മനസ്സിലാവും. മണ്ണിടിയാണെങ്കിൽ വെറുതെ മണ്ണിടിഞ്ഞ് വീണ് റോഡിലേക്ക് വീഴുകയാണ് ചെയ്യുക. മലയിടിച്ചിലാണെങ്കിൽ മല ഉതിർന്ന് വീണ് പോരുക. ഇതങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. വെള്ളവും പാറയും മരവും എല്ലാം ചേർന്ന് വലിയ ശക്തിയിൽ താഴേക്ക് പതിച്ച് ആ റോഡിൻ്റെ മറുകരയിലുണ്ടായിരുന്ന കടകളും മറുകരയിലുണ്ടായിരുന്ന വാഹനങ്ങളും ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, പുഴയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്ര ശക്തിയിലാണ് അത് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മനസ്സിലാക്കലിലൂടെ അത് മണ്ണിടിച്ചിൽ എന്നാണ് എല്ലാവരും പറയുന്നത്. മണ്ണിടിച്ചിലിന് വേണ്ടി മണ്ണിടിഞ്ഞോടുത്ത് തിരയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ഉരുൾ പൊട്ടുകയാണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണോ രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അർജുൻ്റെ മൃതദേഹം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. അർജുനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അർജുനെ കണ്ടെത്താൻ കഴിയാതിരിക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിൽ തന്നെ ഒരു അനൗചിത്യമുണ്ട്. അത്തരത്തിലുള്ള വിവാദങ്ങളിൽ പോകുന്നില്ല അനൗചിത്യമുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം പറയാം. ഒന്ന്, അർജുൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നു ഫോൺ ബെല്ലടിച്ചിരുന്നു, വാഹനത്തിൻ്റെ ഉടമ പറയുന്നു GPS സിഗ്നൽ ലഭിച്ചിരുന്നു. ഇത് രണ്ടും ഒരു ഹിൻ്റാണ്. എവിടെ തരണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയാണ്. അപ്പോൾ കുറേ അധികം ആളുകൾ, ഈ വാഹനത്തിൻ്റെ ഉടമ ഉൾപ്പെടെ പറയുന്നു മണ്ണിനടിയിലുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹത്തിൻ്റെ വാഹനം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഡ്രൈവർ നഷ്ടപ്പെട്ടു, ഡ്രൈവറെ കാണുന്നില്ല, സ്വാഭാവികമായിട്ടും മണ്ണിൽ തരണം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേൾക്കാം. ഓക്കെ. ഇന്ന് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ NDRFും നേവിയും ഒക്കെ വന്നിരുന്നു തുടക്കം മുതൽ തന്നെ. അതായത് ഇത് പുറത്തിറങ്ങി രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ അവർ മണ്ണ് മാന്താൻ പോവല്ല ചെയ്തത്. അവർ ആ പുഴയിൽ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം അവർ പ്രൊഫഷണൽസാണ്, ഈ കാര്യത്തിൽ പ്രൊഫഷണലുകളാണ്. പുറമേ നിന്ന് അഭിപ്രായം പറയുക അല്ല ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, അവർക്കൊരു ബോധ്യമുണ്ട് വാഹനങ്ങൾ ഒരുപക്ഷെ പുഴയിൽ പോയിട്ടുണ്ടാകും. അവർ ആ പുഴയിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ കുടുംബാംഗങ്ങളുടെയും ഈ ലോറി ഉടമയുടെയും മറ്റു ചിലരുടെയും അഭിപ്രായപ്രകാരം അല്ലെ ആവശ്യപ്രകാരം മണ്ണ് മാറ്റി അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ കുറേ ദിവസം പോയി. പിന്നീടാണ് പുഴയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ പുഴയിലേക്ക് തുടക്കത്തിൽ നേവിയൊക്കെ ചെയ്തതുപോലെ പുഴയിലാണ് എന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് തെരച്ചിൽ തുടർന്നതെങ്കിൽ ഈ രക്ഷാദൗത്യം പണ്ടേ അവസാനിക്കുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൂടി സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും കൊണ്ടുവന്ന് അത് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ, പുഴയിലെ തെരച്ചിൽ തുടങ്ങുന്നത് എത്രാം ദിവസമാണ്? 9ാം ദിവസമോ 10ാം ദിവസമാണ് തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സജീവമായി തീർച്ചയായിട്ടും അവിടെയാണ് എന്നുള്ള നിഗമനത്തിൽ അവിടെ എന്തെങ്കിലും സൂചന കണ്ടെത്തി തെരച്ചിൽ തുടങ്ങുന്നത് ഇന്നലെയാണ് സൂചന കിട്ടുന്നത്, ഇന്നാണ് തുടങ്ങുന്നത്. അതൊരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ 5 ദിവസം മുമ്പെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ഈ ദൗത്യം മുമ്പേ അവസാനിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും. കുടുംബാംഗങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടാവും, നാട്ടുകാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, വിദഗ്ധർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നവർക്ക് പലവിധ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ രക്ഷാദൗത്യം എങ്ങനെ ആവരുത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ശിരൂരിൽ കാണുന്നത്. കാരണം വെച്ചാൽ ഒന്ന്, രക്ഷാദൗത്യത്തിൻ്റെ പൂർണ്ണ ചുമതല ഭരണകൂടത്തിനാണ്. ഭരണകൂടം അത് കോർഡിനേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത പ്രൊഫഷണൽ ഏജൻസികളെ കുറിച്ച്, അതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, അത് ചെയ്ത് മുൻപരിചയമുള്ള ഏജൻസികൾ ഉപയോഗിച്ച് NDRF ആവട്ടെ, നേവി ആവട്ടെ, അവർക്കൊക്കെ ഇത് മുമ്പേ ചെയ്ത് പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളാണ് അവർ. അപ്പോൾ അവരുമായി കൂടിയാലോചിച്ച് ഭരണകൂടം ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിന് പകരം ഇത്രയും ഇമോഷൻസ് കേട്ട് ആ ഇമോഷൻസ് അടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് പ്രൊഫഷണലിസം അല്ല, അത് ഫലപ്രാപ്തിയിലെത്തില്ല. ഈ ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അതിൽ ഇരയായ കക്ഷികളുടെ ഇമോഷൻസ് അത് പരിഗണിച്ച് തീർച്ചയായിട്ടും ഭരണകൂടം അത് പരിഗണിക്കേണ്ടി വരും. അത് ഭരണകൂടത്തിന് മാത്രമല്ല, ചിലപ്പോൾ കോടതികൾക്ക് വരെ അത് പരിഗണിക്കേണ്ടി വരും. നമ്മൾ ചില ശിക്ഷാവിധികൾ കണ്ടിട്ടുണ്ട്, അവന് വധശിക്ഷ തന്നെ കൊടുക്കണം എന്ന സമൂഹത്തിൻ്റെ ആവശ്യത്തിൽ ഇമോഷണലായി കോടതികളുടെ വിധികൾ വരാറുണ്ട്. നമുക്ക് തന്നെ തോന്നാത്ത അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നും. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു അപ്പീലിൻ്റെ മേൽ കോടതികൾ തീരുമാനമെടുക്കുന്നു, ഭരണകൂടങ്ങൾ തീരുമാനമെടുക്കും. ഭരണകൂടങ്ങൾക്ക് കുറേ കൂടി അത് പരിഗണിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അതൊരു പൊളിറ്റിക്കൽ നേതൃത്വമാണ് അത് കൊടുക്കുന്നതുകൊണ്ടും പോപ്പുലർ സപ്പോർട്ട് അതിന് ആവശ്യമായതുകൊണ്ടും ഇത്തരത്തിലുള്ള പബ്ലിക് ഇമോഷൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ശിരൂരിൽ നമ്മളതാണ് കണ്ടത്. കാരണം കുടുംബത്തിൻ്റെ ആവശ്യം, ഈ നാട്ടുകാർ മൊത്തം ഇങ്ങനെ പറയുന്നത് മണ്ണിനടിയിലാണെന്ന്, മുറവിളി, മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്, അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ളൊരു പിശക് പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളുൾപ്പെടെ. ഞാൻ സ്വയം വിമർശനമായിട്ട് പറയുകയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ആദ്യ ദിനങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ മലയിടിഞ്ഞ് കിടക്കുന്നു, മണ്ണ് കിടക്കുന്നു, മണ്ണിനടിയിലായിരിക്കുമെന്ന് അസന്ദിഗ്ധമായി പറയുകയാണ്. അതായത് 90% മണ്ണ് നീക്കി ഞങ്ങൾ നോക്കി എന്ന് കർണാടക റവന്യൂ മന്ത്രി പറയുമ്പോൾ പോലും അങ്ങനെയല്ല, ഇനിയും മാറ്റി നോക്കിയാൽ ഇനി അതിൽ മണ്ണുണ്ട്, ഇനി അത് നോക്കിയാൽ കിട്ടും എന്ന് നമ്മൾ അസന്ദിഗ്ധമായി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഏത് വേർഷനെയാണ് യഥാർത്ഥത്തിൽ ക്യാരി ചെയ്യേണ്ടത് എന്നുള്ളത് ചോദ്യമുണ്ട്. എങ്ങനെയാണതൊരു മണ്ണിടിച്ചിലാണെന്ന് മാധ്യമങ്ങൾ തീർപ്പിലെത്തുന്നത്, അത് മലയിടിച്ചിൽ മാത്രമാണെന്ന് മാധ്യമങ്ങൾ തീർപ്പിലെത്തുന്നത്, ആ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്ന ഈ പറയുന്ന ഈ ഇമോഷണൽ ആൻഡ് പോപ്പുലർ അപ്പീലിനൊപ്പമാണോ മാധ്യമങ്ങൾ നിൽക്കേണ്ടത്? അതല്ല, കുറേ കൂടി നമ്മൾ രണ്ട് വശവും പരിശോധിച്ച് അവിടെ എന്ത് സംഭവിച്ചിരിക്കാമെന്ന് ജനങ്ങളെ അറിയിക്കുക, എത്രമാത്രം വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ് അവിടെ നടന്നത് എന്ന കൃത്യമായൊരു ധാരണ ജനങ്ങൾക്ക് നൽകുക എന്നാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം, സ്വയം വിദഗ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ദുരന്ത ഭൂമികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമല്ല, അത്തരം ആളുകളൊക്കെ ഉണ്ടാവും, സ്വയം സന്നദ്ധരായിട്ട് ഇത്തരം രക്ഷാപ്രവർത്തകർക്ക് വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനെ ഈ പബ്ലിക് റിലേഷൻ PR സ്റ്റണ്ടായിട്ട് മാത്രം എടുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നതല്ല, അത് തിരിച്ചറിയാനുള്ള വിവേകം മാധ്യമങ്ങൾക്കുണ്ടാവണം. അങ്ങനെ വരുന്ന ആളുകൾ, ഇപ്പോൾ ശിരൂർ എന്ന് പറയുന്ന കർണാടകയിലാണ്, കർണാടകയിൽ കന്നഡ മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പോൾ മലയാളം മാധ്യമങ്ങളെ സംബന്ധിച്ച് മലയാളം സംസാരിക്കുന്ന ആളുകളെ കൊണ്ട് സംസാരിക്കും. ഇപ്പോൾ മലയാളം സംസാരിക്കുന്ന വിദഗ്ധനല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ആരും എന്നൊരു തീർപ്പിലേക്ക് മാധ്യമങ്ങൾ എത്തരുത്. അത് വലിയ തരത്തിൽ മാധ്യമങ്ങളെ തന്നെ അപകടത്തിൽ ചാടിക്കും. മാധ്യമങ്ങൾക്ക് തന്നെ മാപ്പ് പറയുകയും പിന്തിരിയുകയും ചെയ്യേണ്ടി വരും. അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഒരു മാധ്യമത്തിന് പരസ്യമായി പറയേണ്ടി വന്നു. അയാളുടെ അഭിപ്രായം ജനങ്ങളെ അറിയിച്ചത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നു. അങ്ങനെ ചെയ്തവരുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾപ്പിച്ചവരുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൊഫഷണൽ രക്ഷാദൗത്യത്തിൽ നേതൃത്വം കൊടുക്കേണ്ടത് അവിടെ ഭരണകൂടത്തിൻ്റെ വീഴ്ച ഉണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു കോർഡിനേഷൻ സ്കിൽ, തുടക്കത്തിലെ പ്രതികരിക്കുന്നതിലുള്ള അലംഭാവം, ഇതെല്ലാം അവിടെ നമുക്ക് കാണാം. അത് ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷണൽ രക്ഷാദൗത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും ശിരൂരിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ദുരന്തമുഖത്ത് നിന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ദിവസങ്ങളോളം. അപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ഈ മാധ്യമ വാർത്ത ഇത്രയും സ്ട്രോങ് ആയതിന് ശേഷമാണ് ഇതിനൊരു സ്പീഡ് കാര്യങ്ങൾക്കൊക്കെ വന്നത്, അതിൽ യാതൊരു തർക്കങ്ങളുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഓരോ സിദ്ധാന്തങ്ങൾ മെനയുന്നു, അത് ആളുകൾ അപ്പാടെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അതിനെ എത്രമാത്രം ഒരു ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നതിൽ നമ്മൾ ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം രേഷ്മ, ഇത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ TV-യിൽ ഉറ്റുനോക്കുന്ന ഈ സമീപകാലത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ഡേ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ട്രാഫിക് ഉള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കാരണം മലയാളി അത്ര ആകാംക്ഷയോടെയും ഉദ്വേഗത്തോടെയും കാത്തിരിക്കുന്നു ഈ ലോറി കണ്ടെത്തുമോ, അതിനകത്ത് അർജുനെ കണ്ടെത്തുമോ എന്നറിയാൻ. ആ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തിന് മാധ്യമങ്ങൾ അടിപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആ വാർത്തയിൽ നിൽക്കാനും കൂടുതൽ ആംഗിളുകളും ഡയമെൻഷനുകളും പങ്കുവയ്ക്കാനും മാധ്യമ റിപ്പോർട്ടർമാരും അവതാരകരും
ആ ഒരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടിട്ടുണ്ടാവും. അതായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യം. ഇത് ശരിയാണ്, മലയാളിയെ അങ്ങേയറ്റം വൈകാരികമായി സ്വാധീനിച്ചിട്ടുള്ള വിഷയങ്ങളിലൊന്നാണ് ഇത്. മുഴുവൻ മലയാളികളും അർജുനെ തിരികെ കിട്ടുമോ, അർജുൻ്റെ ലോറി കിട്ടുമോ എന്ന് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വൈകാരിക അതിരേകം അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിച്ച പോലെ ഒരു സില്ലി ആക്സിഡൻ്റ് അല്ല ഇത്. ഇത് ഒരു വലിയ പ്രകൃതി ദുരന്തമാണ്. ഏക്കർ കണക്കിന് മല ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഏക്കർ കണക്കിന് മല എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് മണ്ണാണ്. അതിനകത്ത് ആ ലോറിയും ആയിട്ട് അനുപാതം നോക്കുകയാണെങ്കിൽ ലോറി ഒരു കുഞ്ഞ് ഒബ്ജക്റ്റാണ്. അത് പെട്ടെന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമായിരുന്നു. ഒരു 2 മണിക്കൂർ നേരത്തെ വന്നിരുന്നെങ്കിൽ കിട്ടിയേനെ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾ റിയലിസ്റ്റിക്കായി കാണണം. നമ്മൾ വിചാരിച്ചതല്ല ഈ അപകടം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭീമാകാരമായ അപകടമാണ്. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടി, ഒരു റോഡിൻ്റെ ഇപ്പുറത്തെ വശത്ത് നദിക്കരയിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനം ഇവിടെ നിന്ന് വീഴുന്ന മണ്ണ് ഇടിച്ചു കൊണ്ടുപോയി നദിയിൽ താഴ്ത്തിയിരിക്കുകയാണ്. താഴ്ത്തിയിരിക്കുന്നത് മാത്രമല്ല, അതിന് മേലെ മണ്ണ് വീണിരിക്കുകയാണ്. അപ്പോൾ ഒരു അപായം, ജീവാപായം സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ടാത്ത വിധം വലിയ അപകടമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് രക്ഷാദൗത്യം 1 മണിക്കൂർ മുമ്പോ 1 ദിവസം മുമ്പോ നടത്തിയിരുന്നെങ്കിൽ രക്ഷിക്കാൻ കഴിയുമായിരുന്നു നമ്മൾ പറയുന്നു. ഓക്കെ, 3 ദിവസം എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞാണ് 3 ദിവസം എടുത്തു രക്ഷാദൗത്യം തുടങ്ങാൻ എന്ന് പറഞ്ഞു. ആ 3 ദിവസം താമസം മാറ്റി നിർത്തിയാൽ ഇന്നിപ്പം 7 ദിവസം നമ്മൾ പിന്നിട്ടു. എല്ലാ മെക്കാനിസവും ഉപയോഗിക്കുന്നു. 7 ദിവസം കഴിയാവുന്നത്ര ഭഗീരഥ പ്രയത്നം നടത്തിയിട്ട് നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് അനാസ്ഥയാണെന്ന് പറയുന്നതിൽ നമ്മൾ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കാര്യം. അനാസ്ഥ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് എന്താണ് ഈ അപകടത്തിൻ്റെ ഒരു ആഴമെന്ന് മനസ്സിലാക്കി ഇവിടെ എന്ത് എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, എന്ത് റഡാറാണ് ഉപയോഗിക്കേണ്ടതെന്ന് അടുത്ത മൊമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വീഴ്ചയാണ്. പക്ഷേ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു കവിഞ്ഞ വൈകാരികതയാണ് എന്ന് ഞാൻ പറയും. കാരണം അതിനെ അത്ര വലിയ അപകടം ഉണ്ടായിട്ടുള്ളൂ, നമ്മൾ ഈ കണ്ടതുപോലെയല്ല. പിന്നെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് TV കാണുന്നവരോ ഇവിടെ ഇരുന്ന് അഭിപ്രായം പറഞ്ഞല്ലോ. ഉരുൾപൊട്ടൽ എന്ന് വെച്ചാൽ കേരളത്തിൽ എന്തുമാത്രം ഉരുൾപൊട്ടൽ, ഇപ്പോൾ പുത്തുമലയിലും അല്ലെങ്കിൽ കവളപ്പാറയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ നമ്മൾ കാണും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടമാണത്. അവിടെ ചെന്നതിൻ്റെ പിറ്റേന്ന് തുടങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഷിരൂരിലുണ്ടായിട്ടുള്ള അപകടത്തെക്കുറിച്ച് പറയുന്നു. ആ അപകടം ഉണ്ടായതിൻ്റെ അടുത്ത മൊമെൻറ്റിൽ ചിലപ്പോൾ അവിടെ രക്ഷാദൗത്യം തുടങ്ങാൻ പോലും സാധ്യമല്ല. കാരണം എന്താണ്, വീണ്ടും ഇത് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഇപ്പോൾ നമുക്കൊരു ആവേശത്തിന് കുറേ ആൾക്കാർ ഒരു ബസ്സും പിടിച്ചു പോയി നേരെ അവിടെ രക്ഷാദൗത്യം തുടങ്ങാൻ പറ്റില്ല. വീണ്ടും മണ്ണ് വീഴാം. ഇടുക്കിയിലൊക്കെ എത്ര തവണ വീണ്ടും ഒരേ സ്ഥലത്ത് ഉരുൾപൊട്ടി അപകടം ഉണ്ടാകും നമ്മൾ കണ്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മണ്ണ് വീണതിൻ്റെ അടുത്ത മൊമെൻറ്റിൽ എന്തുകൊണ്ട് രക്ഷാദൗത്യം തുടങ്ങിയില്ല എന്ന ചോദ്യത്തിൽ പോലും പ്രശ്നമുണ്ട്. എങ്കിലും പക്ഷേ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായതിന് ശേഷവും അവരുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടതിന് ശേഷവും ഒക്കെയും ഈ അപകടം എന്താണ്, ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇതിലെങ്ങനെയാണ് തിരയേണ്ടത്, എന്തുപയോഗിച്ച് തിരഞ്ഞാൽ കിട്ടും എന്നൊക്കെ മനസ്സിലാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി ഇന്ന് കൊണ്ടുവന്ന റഡാർ 4 ദിവസം മുമ്പേ കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വേഗത്തിലാക്കാമായിരുന്നു എന്ന് കമൻറ്റിലൂടെ ഞാൻ പറയുന്നു. അതർവൈസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. പിന്നെ ഒരു രഞ്ജിത്തിനെ മാത്രമല്ല, നമ്മൾ മലയാളി എന്നുള്ള വികാരം ഉള്ളപ്പോൾ തന്നെ മനുഷ്യൻ എന്നുള്ള വികാരം വളരെ അർജുൻ എന്ന മലയാളി എന്ന വികാരം ഉള്ളപ്പോൾ തന്നെ അതിനപ്പുറം മനുഷ്യൻ എന്ന വികാരം ഉണ്ടാവണം. അവിടെ ഒരു ചെറിയ കട നടത്തിയിരുന്ന 5 അംഗ കുടുംബം, പ്രായമായ സ്ത്രീയും ചെറിയ കുഞ്ഞും അടക്കമുള്ള കുടുംബം ഒന്നടങ്കം മണ്ണടി പോയിട്ടുണ്ട്. നമുക്ക് അവർക്ക് ആരെങ്കിലും പേരറിയാമോ? നമ്മൾ അവർക്ക് ഇവിടെ ഒരു ഹാഷ്ടാഗ് വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ സ്ക്രീനിൽ കാണുന്ന ഈ വൈകാരികതയിൽ പിടിക്കുമ്പോൾ ആ മണ്ണിനടിയിൽ പെട്ടുപോയ, ജീവിക്കാൻ വേണ്ടി ആ ആളില്ലാത്ത സ്ഥലത്ത് കടയിട്ട് ആ പെട്ടിക്കട വിളിച്ചു പോയി മരിച്ചുപോയ ഒരു കുടുംബം മുഴുവനുണ്ട്. ഒരുപക്ഷെ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കേണ്ട, ഏറ്റവും വൈകാരികമായി നമ്മളെ സ്വാധീനിക്കേണ്ട വിഷയങ്ങളിലൊന്നും ആ കുടുംബത്തിൻ്റെ മരണം കൂടിയല്ലേ. നമ്മളവിടെ പേര് പോലും ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ പേര് നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ മാധ്യമങ്ങൾ അവരുടെ പേര് പറയണം. അപ്പോൾ നമ്മൾ സമീപനത്തിനകത്ത് ഒരു സംഗതിയെ വൈകാരികമാക്കി അതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടുപോകുന്നതിനകത്ത് പോലും നമ്മളൊരാലോചന നടത്തണം. നമ്മളത് മാത്രമല്ല, മലയാളി ആകെ തന്നെയും. ഇതിനകത്ത് ചില സാധാരണ അപകടങ്ങളിൽ കാണാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ബെല്ലടിച്ചപ്പോൾ, നിങ്ങൾ വിളിച്ചപ്പോൾ റിങ് ചെയ്തു, അത് എന്താ പറയുന്നത്, ആളുകളെ പെട്ടെന്ന് ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്ന കാര്യമാണ്. റിങ് ചെയ്തെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടാവാം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ കയ്യെത്തും ദൂരത്ത് എവിടെയോ ഉണ്ടെന്നൊരു തിങ്കിങ് ആണ്. ആ പോയിന്റിലാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു വൈകാരികത കണക്റ്റ് ആവുന്നത്, ഒരു ഹുക്ക് മലയാളിക്ക് കിട്ടുന്നത്. അവിടെയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെ GPS കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇപ്പോൾ മണ്ണടിയിൽ 20 മീറ്റർ താഴ്ചയിൽ മണ്ണടിയിൽ മൊത്തമായി മൂടിപ്പോയ GPS സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്കറിയാവുന്ന ഒരു ശാസ്ത്രം. മൊബൈൽ റിങ്ങിയാനും പാടാണ്. നിങ്ങളൊരു അണ്ടർ പാസേജിലൂടെ പോകുമ്പോഴും മൊബൈലിന് റേഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എന്തുമാത്രം ശരിയാണ്, എന്തുമാത്രം ശരിയായ സമയത്താണ് ഈ മൊബൈൽസ് ഈ ബെല്ലടിച്ചത് അല്ലെങ്കിൽ ഈ GPS സിഗ്നൽ കിട്ടിയെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കുറച്ചുകൂടെ ഒരു പരിശോധന ആവശ്യമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു.
എന്തായാലും ഇതൊരു വലിയൊരു അപകടമാണ്. അപകടത്തിൽ നമുക്ക് നിർഭാഗ്യകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയി. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ, സഹജീവികളെ നഷ്ടപ്പെട്ടു പോയി. അതിലുള്ള വേദനയുണ്ട്. അതിനെതിരായിട്ടുള്ള ആ കാര്യത്തിൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റണം. പക്ഷെ കുറച്ചുകൂടി ഗൗരവത്തിലും കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെയും നമ്മൾ ഇത്തരം സംഗതികളെ കാണണം. കാരണം ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ ഒരു കാര്യമല്ല. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള അപകടത്തിൻ്റെ വ്യാപ്തി എന്താണ്, അവിടെ എന്തുതരം രക്ഷാപ്രവർത്തനമാണ് നടത്താൻ പറ്റുക എന്ന കാര്യം മനസ്സിലാക്കാൻ ഈ ഇൻസിഡൻറ്റ് നമുക്ക് ഉപകാരപ്പെട്ടെ എന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ അവിടെ വന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലിനെ എല്ലാവരും തള്ളിപ്പറയാണ്. രഞ്ജിത്ത് ഇസ്രായേൽ ഒരുപാട് ദുരന്തമുഖങ്ങൾ കാണുന്ന ആളാണ്. അയാൾക്ക് രക്ഷാപ്രവർത്തനം നടത്താനുള്ള അയാളുടെ ആഗ്രഹത്തെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ല. ഒരു മനുഷ്യന് ഒരു വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് ചെല്ലുന്നത് അയാളുടെ സഹജീവി സ്നേഹം കൂടി ഉണ്ടായിരിക്കാം, വേറെ ആരോപണം ഉള്ളപ്പോൾ തന്നെ. പക്ഷേ മല കയറാൻ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, വടത്തിൽ പിടിച്ച് മലയിൽ കയറാൻ പറ്റും, പിക്കാസ് ഉപയോഗിച്ച് കളിക്കാൻ പറ്റും. എല്ലായിടത്തും വേണ്ട ഒരു സ്കില്ലല്ല. മിഷനറി ഉപയോഗിക്കാതെ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയകളുണ്ട്. ഇവിടെ മിഷനറിയേ പറ്റൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഈ പറയുന്ന മണ്ണുമാന്തി പോലും പോരാ. ഈ പറയുന്ന ബൂം എക്സ്കവേറ്റർ ഉണ്ടെങ്കിൽ മാത്രം പണിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അവിടെ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ വലിയ സ്കാനറുകൾ വരേണ്ട സ്ഥലം. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, നമുക്ക് പറ്റാത്ത കാര്യമാണ്. ആർമി വന്നിട്ട് ഇവിടെ ഞങ്ങൾ തപ്പി നോക്കി, മണ്ണടിയില്ല, ഇത് വെള്ളത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ വൈകുന്നേരം വെറുതെയാണ്. 90% സാധ്യത ഇപ്പോഴും മണ്ണടിയിലാണെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്ത് ശാസ്ത്രവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അത് റെസ്പോൺസിബിളായിട്ട് മീഡിയ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയയ്ക്കും അതിനകത്ത് കാര്യമായ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ശരിയാണ്, നമ്മുടെ വൈകാരികത ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ച് റിയലിസ്റ്റിക്കായി ഇതിനെ സമീപിക്കണം, കാഴ്ചക്കാരും മാധ്യമങ്ങളും അടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും യെസ്, അത് തന്നെയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു ശുഭകരമായ വാർത്ത കേൾക്കാൻ. ഈ വാഹനം കണ്ടെടുത്തു, അതിൽ അർജുനുണ്ട് എന്നുള്ള വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും മനുഷ്യരെ വലിയ പ്രയത്നങ്ങൾ നടത്തിയിട്ടും ചില സമയങ്ങളിൽ പ്രകൃതിക്ക് മുന്നിലൊക്കെ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.